ഇതിനൊക്കെ പണമൊഴുക്കാൻ ഒരു സംഘം പ്രവർത്തിക്കുന്നു. മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോഴും ഇതിനൊക്കെ പണമൊഴുക്കാൻ വേണ്ടി വലിയൊരു സംഘം പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ വിദേശത്തു നിന്നുൾപ്പെടെ ഇതിനുവേണ്ടി മാത്രം പണം എത്തും. നമുക്കറിയാം പലപ്പോഴും ഈ സിനിമകളൊക്കെ സാമ്പത്തികമായി വലിയ വിജയങ്ങളൊന്നും നേടാറില്ല. പക്ഷേ ഇപ്പോഴും സിനിമ എടുക്കാൻ ആളുകൾ വരുന്നുണ്ട്. അവിടെയാണ് നോക്കേണ്ടത്. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ 300 സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ 4 സിനിമയാണ് വിജയിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഈ പൊട്ടിയവന്മാർ പിന്നെയും പടം എടുക്കുന്നുണ്ട്. ഇതൊന്ന്. പിന്നെ ഇതിൽ അത് ഞാൻ 100% നമുക്ക് തെളിവില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ നിർമ്മാതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചില ആളുകളുടെ പേര് പറയുന്നുണ്ട്. പക്ഷേ ഒരു ന്യൂസ് വന്നിരുന്നു, വേറൊരാൾ ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് വിജയിച്ചാൽ തിരിച്ചു കൊടുക്കണമെന്നാണ് ഈ ഇങ്ങനെ ജാതിയും മതവും രാഷ്ട്രീയം വളർത്താൻ വേണ്ടി ചെയ്യുന്നവരുടെ ഐഡിയ. പക്ഷേ അവരോട് ചോദിച്ചപ്പോൾ ഇവർ പൈസ തിരിച്ചു കൊടുത്തില്ല എന്നൊരു കേസ് ഇവർക്കെതിരെ ഫയൽ ചെയ്തിരുന്നു. സൂപ്പർ ഹിറ്റ് സിനിമയാണ്, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആളുകളുണ്ടെന്നുള്ള, മട്ടാഞ്ചേരി മാഫിയയുടെ പിന്നിൽ ആളുണ്ടെന്നുള്ളതിന് തെളിവല്ലേ അത്? അല്ല, മാത്രമല്ല ഈ ഒരുപക്ഷെ ഈ തീർച്ചയായും ഒരുപക്ഷെ ഇത്തരം സിനിമകളിൽ അഭിനയിക്കാൻ തയ്യാറാകാത്തവർ പിന്നീട് ഒതുക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ സിനിമാ സംവിധാന രംഗത്ത് നിർമ്മാണ രംഗത്തും ഇത്തരക്കാർ കൂടുതലായി കടന്നു വരുമ്പോൾ പലരെ ഒതുക്കുന്ന ഒരു സമീപനം കൂടി ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങളെയല്ല, പിൻനിരയിലേക്ക് വരുന്ന താരങ്ങളെ ഉറപ്പായിട്ടും അങ്ങനെയും വരുന്നുണ്ട്. അതവിടെ കൂട്ടി വായിക്കേണ്ട കാര്യം. ഇപ്പോൾ വാര്യം കുന്നൻ എന്ന് പറയുന്ന സിനിമ അവർ ഡിക്ലെയർ ചെയ്തു, പൃഥ്വിരാജ് എന്ന നടനെ വെച്ച് ചെയ്തു. ഓക്കെ, ഒരു വിഭാഗം സംഘപ്രവർത്തകർ അത് തെറ്റാണെന്ന് പറഞ്ഞു. ഞാൻ ശരിയും തെറ്റിലേക്കും ഞാൻ പോകുന്നില്ല. ഞാൻ ഈ മിഡിൽ നിൽക്കുന്നവരോടാണ് ചോദിക്കുന്നത്, ഈ സിനിമ ഇവരെന്തിനാണ് പിന്നെ ഒഴിവാക്കുന്നത്? ഈ സിനിമ എന്തിനു ഒഴിവാക്കി? അപ്പോൾ നിങ്ങൾ പറയുകയാണ്, അല്ല 2-3 BJP പ്രവർത്തകർ ഇങ്ങനെ പറഞ്ഞു. BJP പ്രവർത്തകർ 2 പോസ്റ്റ് ഇട്ട് വെച്ചിട്ട് നിങ്ങൾ പേടിക്കാൻ, BJP പ്രവർത്തകർ എന്ത് പറഞ്ഞാൽ നിങ്ങൾ അതേപോലെ ചെയ്യൂ എങ്കിൽ ഇത് നേരെ തിരിച്ചായിക്കൂടെ? ഇതിന് ഫണ്ട് മുടക്കുന്നത് നമ്മളെ പതിവ് പോലെ, കാരണം അജണ്ട സെറ്റ് ചെയ്യുന്ന സിനിമയാണ്. അപ്പം ഫണ്ട് മുടക്കുന്നവരെ പേടിയുണ്ടാവും. കാരണം ഈ കഥയൊക്കെ എങ്ങനെ വരണം, ഉള്ളിലൂടെ എങ്ങനെ പോകണം, ആരും അറിയാത്ത രീതിയിൽ ഇങ്ങനെ പോകണം. പക്ഷേ ഇതൊരു ബഹളമരമായി വന്നു കഴിഞ്ഞാൽ ഇതാര് എവിടെ പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് ഒന്നങ്ങ് ടിസ്റ്റായി കഴിഞ്ഞാൽ എവിടുന്ന് പൈസ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥ പൊട്ടി. ഇതാണ് ബോളിവുഡിൽ മുമ്പ് നോക്കിയറിയാം, ഒരു അത്രയും അധോലോക മാഫിയ ഭരിച്ചതായിരുന്നു ശരിക്കും ബോളിവുഡ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എന്തായി, ശരിക്കും അങ്ങോട്ട് ക്ലീനാക്കിയില്ലേ? അപ്പോൾ അതുകൊണ്ട് പരിധി വിടാതെ വേണം ഈ ഗെയിം കളിക്കാൻ. അതുകൊണ്ടാകാം. അല്ലെങ്കിൽ വാര്യം കുന്നൻ എന്ന സിനിമ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു പ്രൊജക്റ്റ്? കൃത്യമായ ഉത്തരം ഞാൻ മനസ്സിലാക്കുന്നത് നിർമ്മാതാവ് ഒഴിവാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ നിർമ്മാതാവ് എന്തുകൊണ്ട് ഒഴിവാക്കി? ഈ നിർമ്മാതാവിൻ്റെ കയ്യിൽ അതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് വരണം. ഇത്രയും പൈസ ഉണ്ടായിരുന്നോ? വെറുതെ ചിലപ്പോൾ അങ്ങനെയൊന്നും ആ വഴിയില്ല കേട്ടോ. നിർമ്മാതാവ് ഇത്രയും 100 കോടി കയ്യിലിങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ചെയ്ത സിനിമയായിരിക്കും, പാട്ട് പറഞ്ഞു. പക്ഷേ അപ്പം നിങ്ങൾ ഈ കേരളത്തിലെ സംഘികളെ എങ്ങനെ പേടിക്കുന്നുണ്ടോ? 4 പോസ്റ്റ് ഇടുമ്പോഴേക്കും ഇവിടുത്തെ ഇത്രയും പേടിച്ചിട്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? സംഘികൾക്ക് വേണ്ടിയാണോ ഈ സിനിമയെല്ലാം ചെയ്യുന്നത്? അല്ല, 2 രീതിയിൽ പേടിക്കുന്നുവെങ്കിൽ ഇങ്ങനെയാണോ? സിനിമ പ്രൊജക്റ്റ് ഉപേക്ഷിച്ചത് എന്തിന്? എന്തുകൊണ്ട് ആ സിനിമ തുടരുന്നില്ല? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. പറഞ്ഞു ശരിയല്ലേ? അപ്പം ഞാൻ പറയുന്നു, മാഫിയ അവരവരുടെ പണിയെടുക്കുന്നു, നിങ്ങൾ നിങ്ങളെ പണിയെടുക്കുന്നു. കാണുന്നവർക്ക് കാണുന്നവരുടെ രീതിയിലെടുക്കാം. അതേസമയം നിങ്ങൾ പറഞ്ഞ ഒരു പോയിൻ്റാണ്, നിഷ്കളങ്കരായ ഇവിടെ കുറേ താരങ്ങളുണ്ട്. ഈ താരങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ, ഇവൻ വല്ല തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിച്ചവനും ഇവൻ്റെ മതം പ്രചരിപ്പിക്കാനാണോ ചെയ്ത്, ചിലപ്പോൾ അവർക്ക് നിഷ്കളങ്കമായി ചിലപ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പം നമ്മളൊന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമ്മളൊരു അത് വേണ്ട എന്ന് പറയാനുള്ളെങ്കിൽ, അല്ലാതെ വരുന്ന ആൾ ജനിച്ച അന്ന് മുതലുള്ള മുഴുവൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ നോട്ട് പ്രാക്ടിക്കൽ, ശരിയല്ലേ? മറിച്ച് ഇത്രയെങ്കിലും നോക്കാനുള്ള ബുദ്ധി ഇവിടുത്തെ താരങ്ങൾ കാണിക്കണം. നിങ്ങളെ വെച്ച് ഇവർ ഗെയിം കളിക്കരുത്.